എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നീസി അങ്ങനെ അച്ഛന്റെയും അവളുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ ന്യൂ ഇയർ ആഘോഷത്തിന് അങ്ങനെ ഇരിക്കുന്ന ടീം. അച്ഛൻ അവളെ കുറെ ഉപദേശിച്ചും വഴക്ക് പറഞ്ഞു ഒക്കെ ഇരിക്കുകയാണ്. ആ ടീമാണ് അവളാകട്ടെ വെക്കേഷന് ചാങ്ബൈ മൗണ്ടൻസിലേക്ക് പോകുന്നു എന്ന കാര്യം അച്ഛൻ അറിയുന്നത്. അച്ഛൻ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തു, ഞാനും അവൾക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു, അതുകൊണ്ട് തടയാൻ നിൽക്കണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും ഹോളിഡേസ് എത്തുമ്പോൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെ വീട്ടിൽ നിൽക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല എന്നല്ല അച്ഛൻ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവള് ചെറുപ്പമല്ലേ, യാത്ര ചെയ്ത് ഹാപ്പി ചെയ്ത് നടക്കട്ടെ, അതിനെന്താ കുഴപ്പമൊന്നുമല്ല മുത്തശ്ശിയും പറയുന്നു. എന്തായാലും ജിയാങ് ആണ് പിക്ക് ചെയ്യാൻ വരുന്നത്, അവൻ്റെ കൂടെയാണ് ട്രിപ്പ് പോകുന്നത് എന്ന് നീസി പറയുമ്പോൾ ജിയാങ്ങിനെ കണ്ടിട്ട് കുറെ നാളായിരുന്നില്ല മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. കാരണം ഇത് നീസിയുടെ അച്ഛന്റെ പേരൻസ് ആണ്. ജിയാങ് എന്ന് പറഞ്ഞാൽ നീസിയുടെ അമ്മയുടെ ബ്രദറിന്റെ കുഞ്ഞാണ്. അങ്ങനെ എന്തായാലും ജിയാങ് എത്തി നീസി അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മുത്തശ്ശനൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് അവളെ യാത്രയാക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് പോകുന്ന ടീം നീസിയുടെ മുഖഭാവം ശ്രദ്ധിക്കുന്ന ജിയാങ് അവൾ ഒട്ടും ഹാപ്പി അല്ല എന്ന് മനസ്സിലാക്കി. അച്ഛനുമായിട്ട് നല്ല രീതിയിൽ കോൺവെർസേഷൻ പോയില്ല എന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഒരുപാട് മാറിപ്പോയി, ഏതാണ്ട് ഒരു സ്ട്രേഞ്ചറെ കണക്കാ അച്ഛൻ ഇപ്പൊ എന്നോട് പെരുമാറുന്നതെന്ന് അവളും സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആദ്യം തന്നെ ജിയാങ്ങിന്റെ കൂടെ അവന്റെ വീട്ടിലേക്കാണ് നീസി എത്തുന്നത്. അവിടെ അവൾ എത്തുമ്പോഴേക്കും അവൾക്ക് ലിന്നിന്റെ ന്യൂ ഇയർ വിഷസ് ഒക്കെ കിട്ടുന്നുണ്ട്. ലിന്നാകട്ടെ ബീജിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്, പറഞ്ഞ കണക്ക് അമ്മയെ കാണാനേ. എന്തായാലും അതിന്റെ ഇടയിൽ അവൻ അയച്ച മെസ്സേജിന് റിപ്ലൈ നീസി അയച്ചു. അത് കണ്ടുപാടെ ലിൻ ചിരിക്കുമ്പോ ഫോൺ നോക്കിയുള്ള അവന്റെ ചിരി കണ്ട് അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോന്നെല്ലാം അമ്മ തിരക്കുമ്പോ അവൻ ഇല്ലെന്നങ്ങനെ തീർത്ത് പറയുന്നില്ല. എന്തായാലും എപ്പോഴായാലും ഇവരറിയേണ്ടതല്ല, പക്ഷെ അങ്ങനെ ഡീറ്റെയിൽഡേ ഒന്നും പറയുന്നില്ല. എന്തായാലും ന്യൂ ഇയർ ആഘോഷിക്കാനേ നമുക്ക് ഒരു ചെറിയ യാത്ര പോയാലോ എന്ന് ലിൻ അവന്റെ പേരൻസിനോട് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപാടെ അച്ഛനാകട്ടെ ഇവരുള്ള ബീജിംഗിൽ നിന്ന് ഏതാണ്ട് ഒരു 250 കിലോമീറ്റർ മാറിയുള്ള ചോങ്ലി എന്നൊരു സ്ഥലം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വിറ്റ്സർലൻഡില് സ്കീ ചെയ്യാൻ പോയില്ലായിരുന്നു, ഇവിടെയും അതൊക്കെ ഉണ്ട്, നല്ല എൻജോയ്മെന്റ് ആയിരിക്കുന്നില്ല അദ്ദേഹം പറയുമ്പോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ചാങ്മൈ മൗണ്ടൻസ് എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയാലോ, നല്ല ഹിൽ സ്റ്റേഷൻ ആണ്, രസകരമാണെന്നല്ല ലിന്നും പറയുന്നു. ചൈനയിലും നോർത്ത് കൊറിയയിലുമായി സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ആണിത്. ആക്ച്വലി അവിടേക്ക് നീസി പോകുന്നു എന്ന് അറിഞ്ഞു തന്നെയാണ് ലിന്നിന്റെ ഈ ഒരു പ്ലാനിങ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇവരെല്ലാരും കൂടി ആ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുന്നതാണ്. ഒരു ഭാഗത്ത് നീസി, ജിയാങ്, നീസിയുടെ അമ്മ, അങ്കിൾ, വൈഫ്, അങ്ങനെ ഇവരൊരു ഫാമിലി. എന്തായാലും പോകുന്ന യാത്രക്കിടയിൽ നീസി ഓരോ ഫോട്ടോയും എടുത്ത് ലിന്നിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ലിൻ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം അവൾക്കറിയില്ലല്ലോ. എന്തായാലും ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് ആർക്കാണെന്ന് കറക്റ്റ് ജിയാങ്ങിന് അറിയില്ലെങ്കിലും എന്തോ ചുറ്റുക്കൾ നീസിക്ക് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന ജിയാങ് ആരാ എന്താന്നൊക്കെ ചെന്ന് തിരക്കുമ്പോൾ നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് അവൻ അവൾ ഓടിച്ചു വിടുന്നു. എന്തായാലും അവർ രാത്രി ആവുന്നുണ്ട് ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും. അപ്പോഴും ആ മഞ്ഞത്ത് നിന്നുകൊണ്ടായാലും തന്റെ ഒരു ഫോട്ടോ ജിയാങ്ങിനെ കൊണ്ട് എടുപ്പിച്ച് അത് ലിന്നിന് നീസി അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും അവളിപ്പോ കറക്റ്റ് ഏതൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത് എന്ന് ആ ഫോട്ടോ കണ്ട് മനസ്സിലാക്കുന്നവൻ അവൾ എവിടെയാണുള്ളതെന്ന് തനിക്ക് ഇതിലൂടെ അവൾ പറഞ്ഞു തന്ന് സഹായിക്കുകയാണല്ലോ എന്ന് മനസ്സിലോർത്തുകൊണ്ട് താങ്ക്സ് എന്ന് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് കാണുന്ന അവളാകട്ടെ ഞാനൊരു ഫോട്ടോ അയച്ചതിന് നല്ലതാണെന്നൊന്നും പറയാതെ എന്ത് ഈ താങ്ക്സ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൾക്കറിയില്ലല്ലോ അവൻ ഇവിടെ വന്നിട്ടുണ്ട്, അവൾ എവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് അവൾ ഈ അയച്ചു കൊടുത്ത ഫോട്ടോയിലൂടെ കണ്ടുപിടിച്ചതിന്റെ താങ്ക്സ് ആണ് അവൻ പറയുന്നതെന്ന്. അങ്ങനെ എന്തായാലും ദിവസം സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനും അവിടെയുള്ള ഫൺ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സ്കീയിങ് ഒക്കെ ചെയ്യാനുള്ള ഗിയറും കാര്യങ്ങളും ഒക്കെ റെന്റിന് എടുക്കാനും ഒക്കെ ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നീസി ഫിറ്റിംഗ് റൂമിലേക്ക് കയറി അവൾ എടുക്കുന്നത് അവൾക്ക് സൈസ് ഒക്കെ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്ത് ജിയാങ് നിൽപ്പുണ്ടായിരുന്നു. അവരുള്ള അതേ സ്ഥലത്തേക്ക് ആ ടീം സ്വാങ്ങും അവന്റെ കൂടെ ടൂർ വന്നവരും വരുന്നുണ്ട്. സ്വാങ്ങിനെ ഇവിടെ കാണുമ്പോഴേ ജിയാങ്ങിന് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഫേയോട് ഓൾറെഡി തന്റെ ട്രാവൽ പ്ലാൻസ് പറഞ്ഞിരുന്നു, അപ്പോൾ ഫേ ആണോ സ്വാങ്ങിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയതെന്ന്. എന്തായാലും നീസി അപ്പോഴേക്ക് പുറത്തേക്ക് എത്തുകയും സ്വാങ്ങിനെ അവിടെ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. എന്തായാലും സ്വാങ് നീസയെ കണ്ടപാടെ വല്ലാത്തൊരു ഏക്കത്തോടെ ഇങ്ങനെ നിൽക്കുന്നതും കാര്യങ്ങളും ഒക്കെ തന്നെ സ്വാങ്ങിനെ ക്രഷ് അടിച്ചിരിക്കുന്ന ക്രിസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്രിസ് കൊളീഗ്സിനോട് പറഞ്ഞ് അവരുടെ ട്രിപ്പ് ഇങ്ങോട്ടേക്ക് ആക്കിയത് തന്നെ സ്വാങ്ങിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന അവളുടെ ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്താണല്ലോ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീസി ഓക്കെ ആണോ, അപ്സെറ്റ് അല്ലല്ലോ അല്ലെന്നല്ല ജിയങ് തിരക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലാന്ന് നീസിയും പറയുന്നുണ്ട്. തുടർന്ന് അവർ ഐസ് സ്കേറ്റിങ്ങിന് പോകുമ്പോൾ സത്യത്തിൽ നീസിയാണ് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തതെങ്കിലും നീസിക്ക് അങ്ങനെ ഐസ് സ്കേറ്റിംഗ് ഒന്നും ഒട്ടും അറിയത്തില്ല. ഇവിടുത്തെ പ്രധാന ഒരു വിനോദം, ഒരു ടൈം പാസ് ഒക്കെ തന്നെ ഐസ് സ്കേറ്റിംഗ് ആണ്. അത് ചെയ്യാനായിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്. സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോഴേ ജിയാങ് നീസിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു, നിനക്ക് അതിന് ഐസ് സ്കേറ്റിംഗ് ഒന്നും അറിയില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. ഇപ്പോഴേ അവൾ ഐസ് സ്കേറ്റ് ചെയ്യാനായി നോക്കി മറിഞ്ഞടിച്ച് വീഴുമ്പോൾ ജിയാങ് നന്നായി അവളെ കളിയാക്കുന്നുണ്ട്. എന്തായാലും അവൾ മാക്സിമം ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാതെ അവിടെ അങ്ങനെ ടയേർഡായി ഇരിക്കുന്ന അവൾ അതേ സ്ഥലത്ത് തന്നെ സ്വാങ്ങും അവന്റെ ഫ്രണ്ട്സും ഐസ് സ്കേറ്റ് ചെയ്യാനായി വന്നിരിക്കുന്നതും കാണുന്നുണ്ട്. അങ്ങനെ ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുന്ന നീസി അവിടെ ഇരുത്തി ജിയാങ് സ്കേറ്റ് ചെയ്തിങ്ങനെ പോകുമ്പോഴേക്കും സ്വാങ്ങിന്റെ ഫ്രണ്ട്സ് ആട്ടെ സ്വാങ്ങിനോട് നിനക്ക് അറിയാവുന്നവരല്ലേ അവരെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചാലോ എന്ന് പറഞ്ഞ് നീസി ഒരു ഫോട്ടോ എടുത്തു തരാൻ വിളിക്കുമ്പോൾ അവൾക്ക് അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ അവൾ ഫോട്ടോ എടുത്തു കൊടുക്കാനായി പോകുന്നുണ്ടെങ്കിലും അവൾക്ക് സ്വാങ്ങിനെ പറ്റി ചിന്തിക്കുമ്പോഴേ കൈയൊക്കെ വിറച്ച് ഒരുമാതിരി അപ്സെറ്റ് ആയി അവൾ നിൽക്കാണ്. ഇത് കാണുന്ന ജിയാങ് ആണ് അവിടേക്ക് എത്തി ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. കൂടാതെ നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നീസിയെ പിടിച്ചു നിർത്തി സ്വാങ്ങിന്റെ കയ്യിൽ നീസിയുടെ ഫോൺ കൊടുത്ത് ജിയാങ് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. നീസി കുറച്ച് താല്പര്യമില്ലാത്ത രീതിയിലാണ് സ്വാങ് ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും ജിയാങ്ങിന് വേണ്ടി അവൾ നിൽക്കുന്നുണ്ട്. ഇത് ടീം സ്വാങ് ആകട്ടെ ഫോണിലൂടെ നീസിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും
അവൻ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ലിന്നിന്റെ ഒരു മെസ്സേജ് ഫോണിലേക്ക് എത്തുന്നത് കാണുന്നവൻ വളരെ അപ്സെറ്റ് ആയി ആ ഫോൺ പെട്ടെന്ന് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും ആ ഫോണിന്റെ കേസ് ഒക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ട് നേസി ഉപയോഗിച്ചിരുന്ന കണക്ക് ഫോൺ കേസ് ആയിരുന്നില്ല. അവൾ ഫോണും മാറ്റി, ഫോൺ കേസ് മാറ്റി, അവളുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഒരുപാട് മാറിപ്പോയെന്ന് അവൻ ഈ ഒരു മാറ്റം കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ജിയാങ്ങിന്റെ കൂടെ നീസി വിദേശത്ത് ട്രിപ്പ് പോയിരുന്നല്ലോ. പക്ഷെ കോളേജ് പഠനം കഴിഞ്ഞ ശേഷം ഇതൊന്നും അറിയാതെ നീസി അന്വേഷിച്ച് ജിയാങ് നീസി താമസിച്ചിരുന്ന അവളുടെ അങ്കിളുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫാണ് അവരിവിടെ ഇല്ല, വിദേശത്തേക്ക് പോയി എന്ന് അവനോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർ ട്രിപ്പ് പോയതാണെന്ന് ഒട്ടും ചിന്തിക്കാതെ അവൾ വിദേശത്തേക്ക് പഠനത്തിന് പോയി എന്ന് കരുതിയാണ് പിന്നീട് അവളെ കോൺടാക്ട് ചെയ്യാനോ അവളുടെ മുന്നിൽ പോകാനോ ഒന്നും ഒരു എഫേർട്ട് എടുക്കാതിരുന്നത്. കാരണം അവൾ നാട്ടിലില്ല, വിദേശത്തല്ല, അവൻ എന്ത് ചെയ്യാൻ പറ്റും? ആകെ ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവൻ. പിന്നീട് അവളെ ഇപ്പൊ കണ്ടപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും കോളേജിൽ വെച്ച് അവൾ അവന്റെ പുറകെ നടന്നപ്പോ അവന്റെ സാഹചര്യം കൊണ്ട് അവൻ ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാനേ സാധിച്ചിരുന്നില്ല. അതിന്റെ നല്ല നിരാശയും അവനുണ്ട്. അങ്ങനെ ആ ഒരു ഐസ് സ്കേറ്റിങ്ങിനൊക്കെ ശേഷം സ്വാങ്ങും അവന്റെ ഫ്രണ്ട്സും കൂടി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോയി ഡ്രിങ്ക്സ് അടിച്ച് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാണ്. ആ ടീം സ്വാങ്ങിന്റെ ടേൺ എത്തുമ്പോൾ അവനോട് അവന്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് അവൻ പറയുന്നുണ്ട്. ഇതുവരെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞ് അവൻ പതിയെ എഴുന്നേറ്റ് പോകുമ്പോൾ അത് കേൾക്കുന്ന ക്രിസിന് കുറച്ച് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അവൾ പതിയെ അവന്റെ പിറകെ പോയി അവനോട് ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലാന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഒരാളെ ഇഷ്ടമല്ലേ? ഇന്ന് നമ്മൾ കണ്ട ആ ഒരു പയ്യൻ, ആ പയ്യനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിരുന്നു എന്നല്ല പറഞ്ഞത്. ആ പയ്യന്റെ കൂടെയുള്ള ആ പെൺകുട്ടി ഇഷ്ടമല്ലേ? പിന്നെന്താ ഇഷ്ടം തുറന്ന് പറയാത്തതെന്നെല്ലാം ക്രിസ് ചോദിക്കുമ്പോൾ ഏറെ വൈകിപ്പോയി, അവൾ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞ് അവൻ ഭയങ്കര സങ്കടത്തിൽ അവന്റെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. ആക്ച്വലി ഫേ ഇങ്ങോട്ടേക്ക് ട്രിപ്പ് വരാനേ സ്വാങ്ങിന്റെ കൂടെ പ്ലാൻ ഇട്ടിരുന്നെങ്കിലും അവനാണ് ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടതെങ്കിലും അവൻ ഈ ട്രിപ്പ് വന്നിരുന്നില്ല. അവസാനം അവന് വയറുവേദനയാണെന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോ ഫേയെ സ്വാങ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ടീം ഫേ എങ്ങനെയുണ്ട് അവിടെ, സ്ഥലമൊക്കെ കൊള്ളാവോ, പിന്നെ പരിചയമുള്ള വേറെ ആരെങ്കിലും അവിടെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫേക്ക് വയ്യാത്തോണ്ടല്ലേ അവൻ വരാഞ്ഞത്, അപ്പോൾ അവനെ എങ്ങനെയുണ്ടെന്ന് തിരക്കാനായിട്ടാണ് സ്വാങ് വിളിച്ചത്. പക്ഷെ വിളിച്ച പാടെ അവൻ ഇത് ചോദിക്കുമ്പോൾ അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് നീസി വരുന്ന കാര്യം ജിയാങ്ങിൽ നിന്ന് അറിഞ്ഞ് മനഃപൂർവ്വം തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് സ്വാങ്ങിന് മനസ്സിലാവുന്നുണ്ട്. നീ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നുള്ള സ്വാങ്ങിന്റെ ചോദ്യത്തിന് അതേന്ന് ഫേ സത്യം പറയുമ്പോൾ എന്തായാലും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അവൾ കമ്മിറ്റഡ് ആണ്, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് അവളുടെ പുറകിനൊക്കെ നടക്കുന്നതെന്ന് അവൻ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും നീസിയും ജിയാങ്ങും ഐസ് സ്കേറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് അവർ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നീസിയായിട്ട് കുറച്ചു നേരം സ്വാങ്ങിനെ കൊണ്ട് എടുപ്പിച്ച ആ ഒരു ഫോട്ടോ നോക്കി അപ്സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഈ ടീം ജിയാങ് ആയിട്ട് സ്വാങ്ങിന്റെ കൂടെയുള്ള ആ ഒരു ലേഡി സ്വാങ്ങിനോട് ക്രഷ് ഉള്ള കണക്കാ പെരുമാറുന്നതെന്നെല്ലാം ക്രിസിനെ ഒബ്സർവ് ചെയ്ത് പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് അവൾ പതിയെ ലിന്നിന്റെ ചാറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും അവന്റെ അടുത്തൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് റെഡി ആവാനേ പോകുന്നു. അങ്ങനെ ഫ്രഷ് ആയി എത്തുമ്പോഴേക്കും അവന്റെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. എടുത്തു നോക്കുമ്പോൾ അവൾ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ് അവനെടുത്ത് അയച്ചിരിക്കുന്നത്. അവൻ ഇവിടെ എത്തിയോന്ന് അത് കണ്ട് ആകെ സർപ്രൈസ് ആയി അവൾ വേഗം പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇവളുടെ ഓട്ടം കണ്ട് ജിയാങ്ങും ഇത് എവിടേക്ക് മഞ്ഞത്ത് ഇങ്ങോട്ടേ ഓടുന്നതെന്ന് ആകെ ചിന്തിക്കുന്നു. അപ്പോഴേക്കും പുറത്തേക്ക് എത്തിയിരുന്ന നീസി അവിടെ ജിയാങ്ങിനെ കാണുന്നുണ്ട്. ജിയാങ് വളരെ സ്റ്റൈലായി അവിടെ അങ്ങനെ ആ മഞ്ഞത്ത് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ അവൾക്ക് വല്ലാതെ ഒരു ക്രഷ് അടിച്ച ഫീൽ തോന്നുന്നുണ്ട്. അവനാകട്ടെ മഞ്ഞത്ത് വെയിറ്റ് ചെയ്ത് നിന്ന ഗ്യാപ്പിന് മഞ്ഞും കൊണ്ട് ഒരു ചെറിയ സ്റ്റാച്ചു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവനെ ഇവിടെ കണ്ടത് അവൾക്ക് ഭയങ്കര സർപ്രൈസും സന്തോഷവും ഒക്കെ നൽകുന്നുണ്ട്. ഇവിടേക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ കറക്റ്റ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തി ഇങ്ങനെ വന്നു എന്നല്ല അവൾ അവനോട് സർപ്രൈസ് ആയി ചോദിക്കുമ്പോഴേക്കും നീയല്ല എനിക്ക് ഫോട്ടോസിലൂടെ ക്ലൂ തന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ആക്ച്വലി അവൾ അവനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അത് അവൻ ഇവിടെ വന്ന് തന്നെ കണ്ടെത്തണം എന്ന ഒരു രീതിക്കേ അല്ലല്ലോ. എന്തായാലും ഇവരങ്ങനെ ഇവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ജിയാങ് വരുന്നുണ്ട്. ആരിതെന്ന് അവൻ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്. അവന് ഫോണിലൂടെ നീസി പലതവണ കുറ്റം പറഞ്ഞിട്ടുള്ള ലിൻ ഇതാണെന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും അവൻ ചോദിക്കുമ്പോൾ ഇത് എന്നെ ഐസ് സ്കേറ്റിംഗ് പഠിപ്പിക്കാനേ വന്ന പുതിയ ഇൻസ്ട്രക്ടർ ആണെന്ന് അവൾ പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുന്ന ജിന്നാട്ടെ അതിന്റെ ഇടയിൽ ഇൻസ്ട്രക്ടറെയും സെറ്റ് ആക്കിയോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ലിന്നും ആ രീതിക്ക് തന്നെ നിൽക്കാമെന്ന് കരുതി ഞാൻ നാളെ എപ്പോഴാണ് പഠിപ്പിക്കാൻ വരേണ്ടതെന്ന് നീസിയോട് ചോദിക്കുമ്പോഴേക്കും അവളാകെ ലിൻ ഇപ്പോഴേ ആക്ടിങ് തുടങ്ങിയല്ലോ എന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ലിന്നകട്ടെ തിരിച്ച് അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും സത്യം പറയടാ, നിന്റെ ക്രഷിനെ കാണാൻ പോയതല്ലേ, അവൾ ഇവിടെ കണ്ടില്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് തന്നെ ഇപ്പൊ ട്രിപ്പ് സെറ്റ് ആക്കിയെന്നൊക്കെ ചോദിക്കുമ്പോ കൂട്ടത്തിൽ കാണിച്ചതാണ് ഞങ്ങളെ ഒന്നും കൂടി അച്ഛനും അമ്മയും പറയുന്ന ടീം ഇപ്പൊ കാണിക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആട്ടെ നീസിയും കൂടെ ഉള്ളവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രാവിലെ തന്നെ ലിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നീസി കാണുന്നത്. ഇതാരാണെന്ന് മനസ്സിലാവാതെ അവർ ചോദിക്കുമ്പോൾ എന്റെ പുതിയ ഐസ് സ്കേറ്റിംഗ് ഇൻസ്ട്രക്ടർ ആണെന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് എന്തോ ഡൗട്ട് ഇവരുടെ രണ്ടുപേരുടെയും മുഖഭാവം കണ്ട് തോന്നുന്നോണ്ടാവാം. എവിടുന്ന് പരിചയപ്പെട്ടു, എന്താ ഫീസ് എന്നൊക്കെ അവർ കുത്തി നീസിയോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് ലിന്നാണ്. എനിക്ക് ശമ്പളമൊന്നുമില്ല, ഞാൻ ഫീസിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, ജസ്റ്റ് ഫുഡിന് വേണ്ടിയാണെന്ന് അവൻ പറയുമ്പോൾ അവർ അന്തം വിട്ട് അവളെ നോക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളല്ല, ഞാൻ ട്രിപ്പ് വന്ന ഒരാളാണെന്നും കൂടി അവൻ പറയുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഡൗട്ട് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും നീസി ആകെ ചമ്മി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും നീസിയെ സ്കേറ്റിംഗ് പഠിപ്പിക്കാനായി നിൽക്കുന്ന ലിന്നിനോട് ഞങ്ങളെയും കൂടി സ്കേറ്റിംഗ് പഠിപ്പിക്കാവോന്ന് നീസിയുടെ കൂടെ വന്ന് അവളുടെ വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. ലിൻ അതിന് റെഡി ആയിരുന്നു, പക്ഷെ നീസി അവൻ അതിന് സമ്മതിക്കുന്നില്ല.
മര്യാദയ്ക്ക് എന്റെ കൂടെ മാത്രം നിന്നാ മതി. അവർക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. ജസ്റ്റ് മിസ്സിനാ മുന്നേ അവർ ചോദിച്ചത് എന്നൊക്കെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് എന്നെ മാത്രം പഠിപ്പിച്ചാൽ മതി, അവരുടെ അടുത്തോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ തടയുന്നുണ്ട്. എന്തായാലും അങ്ങനെ നീസി ലിന്റെ ട്രെയിനിങ്ങിൽ നൈസായി അവിടെ ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് സുവാങ്ങും അവന്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്. പെട്ടെന്ന് സുവാങ്ങിനെ കണ്ട് നീസി ഒന്ന് ടെൻഷനില് അവളുടെ കൺട്രോൾ പോവുകയും അവൾ വീഴാനായി പോകുന്ന ടീം ലിൻ അവളെ കറക്റ്റായി വീഴാതെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോ നീ വീഴോ, നിന്നെ പിടിക്കാനല്ലേ ഞാൻ അവിടെ നിൽക്കുന്നതെന്നും അവൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവരങ്ങനെ അവിടെ നിൽക്കുന്നതൊക്കെ തന്നെ സ്വാങ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത് കാണുന്ന ക്രിസ് അതാണോ ആ പെൺകുട്ടിയെന്ന് അവന്റെ ക്രഷ് അവളല്ലായിരുന്നു എന്ന കാര്യത്തെ പറ്റി ചോദിച്ച് ഉറപ്പിച്ച ശേഷം അപ്പൊ കൂടെ ഉള്ളത് ബോയ് ഫ്രണ്ട് ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടീം അതേ എന്ന് സ്വാങ് പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോ താൻ നീസിയെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് സ്വാങ് അവനോട് തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ലിന്നായിട്ട് മാക്സിമം നീസിയുടെ പേടി മാറ്റി അവളെ ഐസ് സ്കേറ്റിംഗിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അവൻ എടുക്കുന്നുണ്ട്. അവളും ആ ടീം വളരെയധികം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ലിന്നും നീസിയും ഇവിടെ ഒന്നിച്ചുള്ളപ്പോഴൊക്കെ തന്നെ ലിൻ എവിടെയാണെന്ന് പോലും അവന്റെ പേരൻസിന് അറിയില്ല. അവരായിട്ട് ഇവനെ കാണുന്നില്ലല്ലോ, ഇവൻ ഇവിടെ നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ട് ഇത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കാണ്. എന്തായാലും വിശന്ന് അവരൊരു റെസ്റ്റോറന്റ് കണ്ട് അവിടെ ഫുഡ് കഴിക്കാന്ന് കരുതി പോകുമ്പോഴേക്കും ഓൾറെഡി ആ റെസ്റ്റോറന്റിൽ ലിന്നും നീസിയും നീസിയുടെ ഫാമിലിയും ഫുഡ് കഴിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. അല്ല നീ എന്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ ലിന്നിന്റെ അടുത്തെത്തി സംസാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കഴിച്ചോണ്ടിരുന്ന ഫുഡ് ലിന്നിന്റെ നെറുകെ കയറുന്നുണ്ട്. അവനപ്പോ അമ്മയും അച്ഛനും അപ്പൊ അവിടെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ഞങ്ങളെ സ്കേറ്റിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുക്കാണെന്നല്ല അവര് ചോദിക്കുമ്പോ ഇത് ആരാണെന്ന് നീസിയുടെ ഫാമിലി തിരക്കുന്നുണ്ട് ലിന്നിനോട്. എന്റെ അമ്മ അച്ഛനാണെന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുമ്പോൾ നീസിയും ഹാപ്പി ആവുന്നുണ്ട്. അവൾ ആദ്യമായിട്ടാണല്ലോ ലിന്നിന്റെ ഫാമിലിയെ കാണുന്നത്. നീസിയെയും ലിൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്റെ കൊളീഗാണെന്നും പറഞ്ഞ് അവൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ അമ്മയ്ക്കും ഇതാണോ ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്നൊരു ഡൗട്ട് എന്തായാലും തോന്നുന്നുണ്ട്. എന്തായാലും കൊളീഗ് എന്ന് പറഞ്ഞത് കേട്ട് നീസിയുടെ ഫാമിലി മുന്നേ അങ്ങനൊന്നും അല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞത്, ഒരു പരിചയമില്ലാത്തവരാണ് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണെന്ന് ഒക്കെ അല്ലായിരുന്നു. എന്തായാലും അപ്പോഴേക്കും മറ്റൊരു ട്വിസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ലിന്നിന്റെ അമ്മയും നീസിയുടെ അമ്മയും വർഷങ്ങൾക്ക് മുന്നേ ഒരു ബിസിനസ് ഇവന്റിന്റെ ഭാഗമായി പരിചയപ്പെട്ടവരായിരുന്നു. അവരിവിടെ ഇപ്പൊ കണ്ട് ആ ഒരു പഴയ പരിചയം പുതുക്കുന്ന ടീമാണ്. നീസിയുടെ അമ്മയ്ക്ക് ആന്റിക്കും അങ്കിളിനും ഒക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത് ഇത്രയും നേരം ഫ്രീലാൻസ് കോച്ചായി നീസിയെ ഐസ് സ്കേറ്റിംഗ് പഠിപ്പിച്ച ആള് സാധാരണക്കാരനല്ല, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കണക്ക് ജസ്റ്റ് ഒരു കൊളീഗ് അല്ല, മറിച്ച് നീസി വർക്ക് ചെയ്യുന്ന ആ കമ്പനിയുടെ ടോപ്പ് ബോസ് ആണെന്ന കാര്യം അത് അവരെ ഒരുപാട് സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പിരിഞ്ഞ ശേഷം തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നീസിയോട് അവരൊക്കെ നന്നായി തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യൽ നടത്തുന്നുണ്ട്. സത്യം പറ നിന്റെ ആ ബോസായിട്ട് നിനക്ക് എന്ത് ഇത്ര ബന്ധമൊന്നുമില്ല, ആ ടീം ഞങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊന്നും അല്ല, പക്ഷെ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് എന്നവൾ പറയുമ്പോഴേക്കും പക്ഷെ അവരുടെ ഫാമിലിയുടെ കാര്യം കുറച്ച് കുഴപ്പത്തില്ല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോന്നായിരുന്നു അവൾക്ക് കിട്ടുന്ന വാർണിംഗ്. അതെന്ത് ഇവരിങ്ങനെ പറയുന്നതെന്ന് നീസിക്ക് ഒട്ട് പിടികിട്ടിയില്ല. അപ്പോഴേക്കും അതായത് ലിന്നിന്റെ അമ്മയുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ലിന്നിന്റെ സ്വന്തം അച്ഛനല്ല, അവർ രണ്ടാമത് മാരേജ് ചെയ്ത ആളാണ്. ലിന്നിന്റെ അച്ഛൻ ചില പ്രശ്നങ്ങളിൽ പെട്ട് മരിച്ചു എന്നതാണ് പറയുന്നത്. ഇതേ ടീം ലിന്നും അമ്മയും അവരുടെ താമസ സ്ഥലത്തിരുന്ന് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ്. അതായത് നീസിയുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡ് ആണ്. അച്ഛൻ ആളത്ര പക്ക അല്ലെങ്കിലും അമ്മ വളരെ നല്ലൊരു ലേഡി ആണെന്നെല്ലാം ലിൻ പറയുമ്പോൾ ഡിവോഴ്സ് ആയെങ്കിലും അവരുടെ ഹസ്ബൻഡ് ആയിരുന്ന ആളുടെ പേരൻസുമായി നല്ല റിലേഷൻഷിപ്പ് ആണ് നീസിയുടെ അമ്മയ്ക്കുള്ളതെന്നും കൂടി അവൻ പറയുമ്പോൾ ഞാൻ സെൽഫിഷ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ലിന്നിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ മരിച്ച ശേഷം മുത്തശ്ശനെ കാണാൻ ഞാൻ ചെല്ലാത്തതിന്റെ പേരിൽ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്നല്ല അമ്മ ചോദിക്കുമ്പോൾ ഇല്ല, അമ്മയ്ക്ക് അമ്മയുടേതായ ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് അവൻ പറയുന്നുണ്ട്. ലിന്നിന്റെ അച്ഛനും അമ്മയും അവർക്കിടയിൽ ഒരുപാട് സോഷ്യൽ ഡിഫറൻസുകളെ മറികടന്ന് പ്രണയം മൂലം കല്യാണം കഴിച്ചവരാണ്. ലിന്നിന്റെ അച്ഛൻ ഭയങ്കര മിടുക്കനായിരുന്നു. അദ്ദേഹം വളരെ നന്നായി അവരുടെ കമ്പനിയും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് അസൂയ തോന്നുകയും അവർ അദ്ദേഹത്തെ ഒരു വലിയ ചതിയിൽ പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാതെ ലിന്നിന്റെ മുത്തശ്ശൻ അദ്ദേഹത്തെ അകറ്റി നിർത്തി ശിക്ഷിക്കുകയും അതിൽ മനംനൊന്ത് അദ്ദേഹം മരിക്കുകയുമായിരുന്നു. എത്ര തവണ ആൾ ഇന്നസെന്റ് ആണെന്ന് പറയാൻ നോക്കിയിട്ടും കേൾക്കാതിരുന്ന ലിന്നിന്റെ മുത്തശ്ശനോട് ഹസ്ബൻഡിന്റെ മരണശേഷം പിന്നീട് ലിന്നിന്റെ അമ്മ മിണ്ടിയിട്ടേ ഇല്ല. ലിന്നിന്റെ അച്ഛൻ ഒരു സാധുവായിരുന്നു, അദ്ദേഹം നെഞ്ചു പൊട്ടി മരിച്ചതാണെന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി ലിന്നിന് അച്ഛൻ മരിച്ചു, അമ്മ പിന്നീട് വേറെ കെട്ടി എന്നൊക്കെ അറിയൂ കാര്യങ്ങൾ ഡീപ്പായി അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അമ്മ അത് പറയുന്നത്. ഇത് കേൾക്കുന്നവൻ സത്യത്തിൽ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. അപ്പോഴേക്കും നീസിയും ലിന്നിന്റെ കാര്യങ്ങളെ പറ്റി കേട്ട് അപ്സെറ്റ് ആയിരിക്കുകയാണ്. അവൾ വേഗം തന്നെ ലിന്നിന് ഞാൻ പിണക്കുക, എന്റെ ഫാമിലിയുടെ മുന്നിൽ എന്റെ നാണം കെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞു അവൻ ആരെന്താണെന്നൊക്കെ മനസ്സിലായതിനു ശേഷം ഫാമിലി അവൾ കള്ളം പറഞ്ഞെന്ന രീതിയിലായില്ലേ എന്ന രീതിക്ക് അവൾ ഇങ്ങനെ പരിഭവം പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, സിറ്റുവേഷൻ കാരണം അപ്പൊ അങ്ങനെ ആയിപ്പോയതല്ലേന്ന് അവനും പറയുന്നുണ്ട്. എന്തായാലും അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായി ഇപ്പൊ തന്നെ എന്നെ പുറത്ത് കൊണ്ടുപോകാനായി അവൾ വേഗം അവന് മെസ്സേജ് അയക്കുന്നു. എന്നാലും അപ്സെറ്റ് ആയിരുന്ന ലിന്നും അവളുടെ മെസ്സേജ് കാണുമ്പോൾ കുറച്ച് ഉഷാറാവുന്നുണ്ട്. അങ്ങനെ ഇവളാകട്ടെ ഇച്ചിരി ഫുഡും കുറച്ച് പടക്കങ്ങളും അവിടെ ജിയാങ് മേടിച്ചു വെച്ചിരുന്നത് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ലിൻ അവളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. തുടർന്ന് അവരവിടെ അങ്ങനെ ചുമ്മാ മഞ്ഞത്തോടെ നടക്കാണ്. അവിടെ കുറെ മാനുകളുണ്ട്, അതിന് ഫുഡ് കൊടുക്കാനായിട്ടാണ് അവളിത് എടുത്തത്. അപ്പോഴേക്കും ലാസ്റ്റ് ഉണ്ടായിരുന്ന മാനയും അതിന്റെ കെയർടേക്കർ കൊണ്ടുപോകാനായി തുടങ്ങുമ്പോൾ ഇച്ചിരി ഫുഡ് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ടൈം ആയതുകൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. എന്നാലും അതിനെ പിടിച്ചു നിർത്തി ഇവർ ഫുഡ് കൊടുക്കുകയും കൊണ്ടുവന്ന പടക്കം അവിടെ അങ്ങനെ പൊട്ടിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ അവരുള്ളപ്പോൾ തന്നെ അവൾ 2 പടക്കം അവന് കൊടുത്തിട്ട് എന്നെ സ്കേറ്റിംഗ് പഠിപ്പിച്ചതിനുള്ള ഫീസ് ആണെന്ന് പറയുമ്പോൾ പിന്നെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ പടക്കം അല്ലേ ഇതെന്നും പറഞ്ഞ് അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ജിയാങ്ങാട്ടെ എന്റെ പടക്കം എടുത്തുകൊണ്ട് പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തില് നീസിക്ക് മെസ്സേജ് അയക്കുന്നു. ലിന്നിനെ കാണാനാണ് നീസി പോയതെന്ന് മനസ്സിലാക്കുന്ന ജിയാങ് ഓ
ആള് വലിയ സ്കേറ്റർ ആണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം, നാളെ ഞങ്ങൾക്കിടയിൽ ഒരു ഐസ് സ്കേറ്റ് ചലഞ്ച് വെച്ചാലോ എന്നൊക്കെ ജിയങ്ങ് മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് എല്ലാം നീസി ലിന്നിനെ കാണിക്കുകയും ലിൻ ഓക്കെ പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ ചലഞ്ച് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ശേഷം നീസിയെ തിരിച്ച് താമസ സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്ന ലിൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഐസ് കൊണ്ട് അവനുണ്ടാക്കിയ ചെറിയൊരു സ്റ്റാച്ചു. അവൻ ആദ്യം കൊടുത്ത സ്റ്റാച്ചു അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് അവന്റെ ഒരു ഷേപ്പിലാണ്. ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നീസി ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന കണക്ക് തോന്നുന്ന ഒരു സ്റ്റാച്ചു ആണ്. അവൾ അതും പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ഇവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ദിവസമാണ് ചലഞ്ച്. ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.